അതെ ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിനിമോൾ ഒരു കുഴപ്പമില്ലാണ്ട് സ്കൂൾക്ക് പോയതായിരുന്നു കേട്ടോ. രാവിലെ എന്നും കുടിക്കുമ്പോൾ തന്നെ ചായ കുടിച്ചിരുന്നു. പക്ഷേ എന്നത്തെ പോലെ അവർ കടിയൊന്നും തിന്നതില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടാഞ്ഞിട്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ഒരു 1:30 ആയപ്പോഴേക്ക് പിന്നെ അവളുടെ മാഷ് വിളിച്ചു കേട്ടോ. കുട്ടിക്ക് നല്ലോണം പനിക്കുന്നുണ്ട്, വന്ന് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഞാനിത് സ്കൂളിലെത്തിട്ടോ. ഞാൻ ആ സ്പോട്ടിൽ തന്നെ പോന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാവട്ടോ, പെട്ടെന്ന് ഇങ്ങനെ പനിച്ചു കണ്ടപ്പോൾ. അപ്പോൾ അവൾക്ക് ആ പനിയുടെ ഒരു ക്ഷീണം കൊണ്ടായിരിക്കും രാവിലെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയ ടൈം പോലെ ലഞ്ചിൻ്റെ ടൈമല്ലേ. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഷിബിൽ മോൻ എന്നാ സ്പോട്ടിൽ തന്നെ അന്നോട് ആരാ നല്ല നല്ല കിരീടങ്ങളാണ്, ഹിന്ദിന്റെ കിരീടം. അവന് ലഞ്ച് ടൈമിൽ അവളെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴാട്ടോ അവൾക്ക് പനിക്കുന്നത് അറിയുന്നത്. അങ്ങനെ അവനക്ക് എന്നെ കണ്ടപ്പോൾ അവനക്ക് എന്നെ കൂടെ പോകണട്ടോ. അതാണ് പറയുന്നത്. അങ്ങനത്തെ ഞാൻ അവളുടെ ക്ലാസ്സിലെത്തി. അപ്പം മാഷാണെന്നുണ്ടെങ്കിൽ ഓഫീസ് റൂമിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സാറിനെ കണ്ടോണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അവളെ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ചു. ഇതേ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒന്ന് പെട്ടെന്ന് കിടന്ന് കിട്ടിയാൽ മതി എന്നുള്ള ലെവലിലായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇത്തിരി ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ കുളിക്കും കുടിച്ചോണ്ട് അവളാണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് എന്നോട് അവളോട് വൈകുന്നേരത്തേക്ക് ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവൾക്ക് വയ്യാത്തതിൻ്റെ പേരിൽ ബേക്കറിയും ചായ ആക്കിയിട്ട് അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അവൾക്ക് വയ്യാതായപ്പോൾ എനിക്ക് പിന്നെ സമാധാനമില്ല കേട്ടോ. അങ്ങനെ അവൾ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഞാനും ഷിബിലിമോനെ ഇതും കൂടി ചായ കുടിച്ചു കേട്ടോ. ആ പാത്രങ്ങളൊക്കെ ഇതേ കഴുകി വെച്ചു. പിന്നെ ഇത് അടുത്ത പണി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉഴുന്നും പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അത് നല്ലോണം പൊതന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് അത് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വറ്റും ചേർത്തോണ്ട് അതൊന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു കേട്ടോ. പിന്നെ ഇത് രണ്ടാമത്തെ ട്രിപ്പും ഇത് അടിച്ചെടുത്തു. ഞാൻ എപ്പോഴും വീട്ടിലേക്ക് വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊങ്ങി വരാറുണ്ട് കേട്ടോ. എങ്ങനെ മാവൊക്കെ അരച്ച് വെക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റപാട് ആ സ്പോട്ടിൽ തന്നെ വന്ന് നോക്കട്ടെ, പൊങ്ങിയിട്ടില്ലേന്ന് നോക്കട്ടെ. എന്നാലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനത്തെ മാവ് അരച്ച് വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം അതേ മൂടി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് കഴുകി വെച്ചു. പിന്നെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ നടന്നില്ല. അപ്പോൾ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടോ. അങ്ങനത്തെ മരുവ് പങ്കെടുത്ത് ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ പിന്നെ ഫിനിമോൾ ഏതായാലും കിടക്കണ്ട. അപ്പോൾ അവൾക്ക് ഇന്ന് പഠിപ്പിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഓതുന്നുണ്ട്. ഷിബിലി മോൻ അവൻ്റെ ഓത്തൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾക്കുള്ളതും ട്യൂഷൻക്കുള്ളതൊക്കെ ചെയ്യണമുണ്ട്, വായിക്കണമുണ്ട്. ഇപ്പോൾ അവനക്ക് ഒരുപാടുണ്ട് കേട്ടോ. ട്യൂഷനത്തും പഠിക്കണം, ഈ സ്കൂളത്തും ഉണ്ടല്ലോ. അപ്പോഴേക്കും പിന്നെ ഇഷാബാൻ കൊടുത്തിട്ടോ. അപ്പോൾ ഫിനിമോൾ ഏതായാലും കിടക്കല്ലേ. അപ്പോൾ ഞാൻ നിസ്കരിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഷിബിലി മോനും പിന്നെ പള്ളിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പിന്നെ അവന് ഇറങ്ങിയതിന് ശേഷം ഞാനും നിസ്കരിക്കാൻ പോകാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനത്തെ അപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. അവനക്ക് അവൾ കടന്നിട്ട് എന്തോ പോലെ കേട്ടോ. അവനിങ്ങനെ അവനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുണർത്താൻ വേണ്ടി ചെല്ലും കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കടന്നോട്ടെ, വെയ്യല്ലോ എന്ന് അങ്ങനെ പറയായിരുന്നു കേട്ടോ. അങ്ങനത്തെ അവനേതായാലും പോയില്ല. അതിനുശേഷം എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ്. ഫിനിമോൾക്ക് ഏതായാലും പനിയില്ല. അപ്പോൾ ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ടോ. ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചപ്പും പിന്നെ അവിലും മൈദയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഞാനത് എടുത്ത് വെച്ചപ്പോഴേക്കും ഞങ്ങൾ ഷിബിലിമോന് പള്ളിയിൽ നിന്ന് എത്തിട്ടോ. അപ്പോൾ അവന് അവൾ എണീറ്റമ്മാന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനത്തെ അതൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞാൽ ഫിനിമോൾക്ക് ബ്രെഡ് കുറച്ച് പാൽച്ചായ ഉണ്ടാക്കിട്ടോ. പിന്നെ അത് ബോട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടി ഞാൻ ഇക്കാക്ക് ഏതായാലും അതിലിട്ടുകൊണ്ട് റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ബോട്ടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നമുക്കൊരു തിരക്ക് പിടിച്ചൊരു ടൈമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫിലിമൊക്കെ പനിച്ചിട്ട് അവൾ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ബോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബോട്ടി ഏതായാലും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടെ കുറച്ച് റവ ഇട്ടുകൊണ്ട് ഞാൻ പിന്നെ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടോ. എനിക്ക് ഷിബിലിമോൻക്ക് പിന്നെ ചോറാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇക്കാക്ക് ബോട്ടി ഉപ്പുമാവും ആക്കി. പിന്നെ ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ ബ്രെഡും ആക്കിയിട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു. അങ്ങനെ ബോട്ടി ഉപ്പുമാവ് റെഡി ആയിട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫിനിമോളെ വിളിച്ചുണർത്തി കൊണ്ടുവന്നിട്ടോ. ഷിബിലിമോനും എനിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അവൾക്കുള്ളത് ആദ്യം തന്നെ കൊടുത്തിട്ട് അവൾ അതും ഛർദ്ദിച്ചുട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമുണ്ട്. എന്നാൽ പിന്നെ അവളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവൾ പോയി കടന്നുട്ടോ. പിന്നെ ഞാനിത് പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളും തിന്നുട്ടോ. എന്നിട്ടാണ് കേട്ടോ ഈ പാത്രം കഴുകുന്നത്. അപ്പോൾ ഇന്ന് ചോറ്റക്ക് ബോട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫിനിമോൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പോകുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ വന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അത് അവൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അവൾക്കുള്ളത് എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷം ഇത് അരച്ച് വെച്ച മാവുണ്ടല്ലോ അതൊന്ന് ചെമ്പട്ടിക്ക് ഇറക്കി വെച്ചുട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം കൂടുതലായിട്ട് പൊങ്ങിപ്പോവും. അപ്പോൾ പിന്നെ താഴേക്ക് വീഴും കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ചെമ്പട്ടിയിലാണ്ട് ഇറക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനത്തെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ പണികളെല്ലാം തീർന്നത് ക്ലീൻ ആക്കിട്ടോ. അതിന് ശേഷത്തെ പുറത്ത് അടുക്കളയുണ്ടല്ലോ അവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ സ്കൂൾക്ക് കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അവിടെയും ക്ലീൻ ആക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ ഫിനിമോളെ വിളിക്കുകയാണ് കേട്ടോ. കുടിക കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഷിബിലിമോൻ പറഞ്ഞു, നിങ്ങൾ
നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിച്ച് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ ഗുളിക കുടിക്കാൻ സമയത്ത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് മടിയാണ് കേട്ടോ ഗുളിക കുടിക്കാൻ. മരുന്ന് ആൾ പെട്ടെന്ന് കുടിക്കൂട്ടെ, ഗുളിക കുടിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തേനിൽ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷിബിലി മോൻ അവളെ ഏറ്റി കൊണ്ടുവന്നപ്പോൾ അവനക്ക് കുറച്ചൊരു വെയിറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാനിത് ഗുളികയൊക്കെ എടുത്ത് പൊട്ടിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ തേനിലാകുമ്പോൾ അത് പൊടിച്ചെടുക്കും വേണ്ടേ. അവൾക്ക് പിന്നെ ഇടയ്ക്ക് ഛർദി ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് നിർബന്ധിച്ചില്ല കേട്ടോ. ഗുളിക അങ്ങനെ കുടിക്കുന്നത് ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ. എന്നാൽ പിന്നെ തേനിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ഗുളികയൊക്കെ കലക്കി ഇത് അതിൻ്റെ സ്മെല്ല് കേട്ടിട്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഒരിക്കൽ ഗുളിക കുടിച്ചപ്പോഴേക്ക് തന്നെ പനി ഒരുപാട് ഭേദമായിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന ആ സ്പോട്ടിൽ തന്നെ കാണിച്ചില്ലേ, അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഗുളിക കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ ആൾ. എന്നാലും വേണ്ടിയില്ല, ഞാൻ കൊടുത്തു കേട്ടോ. അവൾ വാശി പിടിച്ചിട്ട് എനിക്ക് വേണ്ട ഞാൻ കുടിക്കില്ല എന്നൊന്നും പറയില്ല കേട്ടോ. അവൾ കുടിക്കൂട്ടോ. പിന്നെ എന്താണെന്നറിയോ, ഞാൻ ഗുളിക കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഛർദ്ദിക്കും എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അപ്പോഴേക്കും ഷിബിലി മോന് വന്നിട്ട് എന്നേക്കാളും പേടി അവൾക്ക് ഷിബിലി മോനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളങ്ങനെ രണ്ടുപേരിങ്ങനെ സോപ്പിട്ട് മയക്കുന്നതല്ലേ. പിന്നെ ഷിബിലി മോൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്, പേടിയാണ് കേട്ടോ. അപ്പോൾ മഴ തുടങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും പനിയും വയറുവേദനയും ഛർദിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും തൊട്ട് അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.